ഷമീർക്ക അറിയോ എന്താ പറ്റിയത്? പേരൊക്കെ വിളിക്കുമ്പോൾ അറിയുന്നുണ്ട് അല്ലേ? സംസാരങ്ങളൊക്കെ ഇതായി. ശരിയാവൂല്ലേ? നമുക്ക് നോക്കാം അല്ലേ? കാണുന്ന നല്ല മനസ്കര് നിങ്ങളെ ചിലപ്പോൾ സഹായിക്കും, ചിലപ്പോൾ അല്ല തീർച്ചയായിട്ടും അല്ലേ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇക്ക. കണ്ടില്ലേ, നമുക്ക് തന്നെ അത് കാണുമ്പം വളരെ വിനയാവസ്ഥയിൽ ഭയങ്കര വിഷമമുണ്ട്. ഇനി ഒരു വഴിയില്ല, ഒരു മാസത്തിനുള്ളിൽ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ രോഗിയെ കൊണ്ട് എങ്ങോട്ടും പോകാൻ ഒരു വഴിയുമില്ല. സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. നമ്മുടെ വടക്കഞ്ചേരി കുന്നങ്കാടുള്ള 54 വയസ്സുള്ള ഒരു ഇക്കായാണ് ഈ സുഖമില്ലാതെ കിടക്കുന്നത്. ഒരുപാട് പൈസകളൊക്കെ ചിലവായി, കുടുംബവും കടപ്പെട്ട് വിറ്റു ചിലവാക്കി ചികിത്സിച്ചിട്ട് ഇപ്പോഴും ഭേദമായിട്ടില്ല. അപ്പം ഇദ്ദേഹത്തെ ബിഷപ്പ് തെറാപ്പി ചെയ്യുന്നതിന് ആവശ്യമായ പൈസ ആവശ്യമാണ്. അപ്പം ഈ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കുടുംബത്തിലെ ഏക അത്താണിയാണ് ഈ കിടക്കുന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിൽ കുടുംബം വാടക വീട്ടിലാണ്. ഇത് കാണുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നിങ്ങളുടെ മനസ്സിൽ ഒരു അലിവുണ്ടായി. കാര്യം നമുക്കറിയാം, നമ്മൾക്കൊന്ന് കിടന്നു പോയാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ വീടിന്റെ അവസ്ഥ നമുക്കറിയാം. അദ്ദേഹം ഈ കുടുംബത്തിന്റെ അത്താണിയാണ്. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ്. ടൗണിൽ തന്നെ ലോഡിംഗ് തൊഴിലാളിയായിരുന്നു, ഡ്രൈവറായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആവത്തുള്ള സമയത്തൊക്കെ അദ്ദേഹം കഷ്ടപ്പെട്ട് തന്നെയാണ് കുടുംബം പോറ്റിയത്. പക്ഷേ നമുക്കറിയാം, ഒരു അസുഖമൊക്കെ പെട്ടെന്നാണ് നമ്മളിലേക്ക് വരുന്നത്, പറയാൻ കഴിയില്ല. നമ്മളെയൊക്കെ ദൈവം കാക്കട്ടെ, ഇതുപോലത്തെ അവസ്ഥയിൽ നമ്മളെയൊക്കെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് അദ്ദേഹം സ്വന്തം സ്ഥലത്ത് വീട് വെച്ചു. 3 മക്കളാണ്, പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. ആൺകുട്ടി +2 പഠിക്കുന്നു. ഒരു മോളെ വിവാഹം കഴിച്ച് അയച്ചു. ആ മകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ഈ വീട് വിൽക്കേണ്ടി വന്നു. ഇപ്പോ ഈ വീട്ടിൽ, സ്വന്തമായിട്ട് കെട്ടിയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവർ ജീവിച്ചു പോകുന്നത്. മറ്റു ചികിത്സകളൊന്നും ഇദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി ചെയ്യുക എന്നുള്ളതാണ്. ഡോക്ടർമാരൊക്കെ പറയുന്നത് നല്ലപോലെ ഫിസിയോതെറാപ്പി ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെങ്കിലും അദ്ദേഹം ഇപ്പോഴും എന്തെങ്കിലും ജോലിക്കുവാൻ തയ്യാറാണ്. അത്രയും മനസ്സുള്ളൊരു മനുഷ്യനാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഒരു കുടുംബത്തിലേക്ക് വന്നാൽ ആ കുടുംബത്തിന്റെ താളം തെറ്റി ജീവിതമൊക്കെ അവതാളത്തിലാവുന്ന നമുക്കെല്ലാം അറിയാം. വേറെ വരുമാന മാർഗമില്ല. അവിടെ ജോലിക്ക് പോകുന്ന വേറെ ആരും തന്നെ ഇല്ല. പലരും കൊടുത്ത് ആണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇവരെ ഈ സഹായിക്കേണ്ടത് ഇത് കാണുന്ന ഓരോ മനുഷ്യന്റെയും കടമയാണെന്ന് തന്നെ പറയേണ്ടി വരും. 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ വീടിന്റെ വാടക കൊടുക്കണം. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന് ചികിത്സയ്ക്ക് പൈസ വേണം. ആഹാരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ആ 2 കാര്യങ്ങൾക്ക് ഏകദേശം 10,000 രൂപയാണ് മാസം വേണ്ടത്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ ഇത് കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ഒപ്പം തന്നെ ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക്, QR കോഡിലേക്കോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന രീതിയിൽ ഒരു 100 രൂപയെങ്കിലും, കൂടുതൽ ആവശ്യപ്പെടുന്നില്ല, ചോദിക്കാൻ അർഹതയില്ല, എങ്കിലും ഒരു 100 രൂപയെങ്കിലും നിങ്ങൾ കൊടുത്ത് ഈ മനുഷ്യനെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിന് ഏറെ ആശ്വാസമാണ്. ഈ മനുഷ്യന് സംസാരിക്കാനും ഒന്നും കഴിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എല്ലാം കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹം കരയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ആത്മാർത്ഥമായി സഹായിച്ച് ഈ മനുഷ്യനെ രക്ഷിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇതൊന്ന് ഷെയർ ചെയ്തുകൂടി ഇദ്ദേഹത്തിനെ സഹായിക്കാൻ അഭ്യർത്ഥിക്കുന്നു. കുടുംബം കടത്തിലായി, അത് വിറ്റു, മകളെ നോക്കി. ഇനി ഒരു വഴിയില്ല, ഒരു മാസത്തിനുള്ളിൽ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ രോഗിയെ കൊണ്ട് എങ്ങോട്ടും പോകാൻ ഒരു വഴിയുമില്ല. കാണുന്ന നല്ല മനസ്കർ, നല്ല സുഹൃത്തുക്കൾ, നല്ല സഹോദരങ്ങൾ ഇക്കായെ സഹായിക്കണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്.